ഞാവൽപ്പഴമെന്ന് കരുതി വിഷക്കായ കഴിച്ച വിദ്യാർത്ഥിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. താമരശ്ശേരി ചുണ്ടക്കുന്ന് സ്വദേശി അഭിഷേകിനെയാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ചുണ്ട് തടിച്ചു വരികയും ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെടുകയും ചെയ്തതിനെ തുടർന്നാണ് താമരശ്ശേരി ആശുപത്രിയിൽ ചികിത്സ തേടിയത്. പ്രാഥമിക ചികിത്സയ്ക്ക് ശേഷം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. ഒരു പഴമാണ്, ഇത് ഞാവൽപ്പഴം വെച്ചിട്ട് കഴിച്ച അന്നലെ അന്നപ്പോൾ ചുണ്ടൊക്കെ വീഞ്ഞ് നാശമായിട്ടുണ്ട്. അപ്പോൾ താമരശ്ശേരി ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് പോലെ പറഞ്ഞ് കോളേജിൽ കൊണ്ടുപോകാൻ പറഞ്ഞ്. ഇത് ഞാവൽപ്പഴം പോലെ ഉണ്ട്, പക്ഷേ ഇതിൻ്റെ തൊലി പൊളിച്ചാൽ ഒരു മഞ്ഞ കളറാണ്. ഇതിൽ വിഷക്കായ എന്നാണ് പറയുന്നത്. മക്കൾ നല്ലോണം ശ്രദ്ധ, ആരും ദയവ് ഇതാരും പോയി പറിച്ച് തിന്നല്ലേ ആരും മക്കളോട് പറയുക. രക്ഷിതാക്കൾ ഒന്ന് ശ്രദ്ധിക്കുക. ഇത് ഞാവൽപ്പഴം പോലെ ഉണ്ട് സംഭവം. ഇത് സംഭവം ആൾക്ക് മരത്തിലൊന്നായിട്ട് തൂങ്ങി കിടക്കുകയാണ്. നമ്മൾ കവറില്ലേ കിടക്കുന്നു അതിക്കിട്ടേ. സലാം മുഹമ്മദ് വിശദാംശങ്ങളും. സലാം, ഈ കുട്ടിയുടെ ഇപ്പോഴത്തെ ആരോഗ്യനില എങ്ങനെയാണ്? ഈ കായയെക്കുറിച്ച് ആവശ്യമായ പരിശോധനകളൊക്കെ നടന്നിട്ടുണ്ടോ? സൈഫുദ്ദീൻ, ഗുരുതരമായ പ്രശ്നങ്ങളൊന്നും കുട്ടിക്കില്ല. വീടിന് സമീപത്തെ പറമ്പിൽ നിന്നാണ് കുട്ടി കൂട്ടുകാരോടൊപ്പം ഞാവൽപ്പഴമെന്ന് തോന്നിക്കുന്ന ഈ വിഷക്കായ കഴിച്ചതിനെ തുടർന്ന് കുട്ടിക്ക് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെടുകയും ചുണ്ട് തടിച്ചു വരികയും ചെയ്തു. അങ്ങനെയാണ് പിന്നീട് താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടിയത്. അവിടെ നിന്നും ഈ വിഷക്കായ കഴിച്ചതാൽ വിഷ ചികിത്സയുമായി ബന്ധപ്പെട്ടുള്ള സൗകര്യങ്ങളൊന്നും തന്നെ ഇല്ലാത്തതിനെ തുടർന്നാണ് പിന്നീട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയത്. ഏതായാലും കുട്ടിക്ക് ചെറിയ ദേഹാസ്വാസ്ഥ്യമുണ്ട് എന്നുള്ളതാണ് പ്രാഥമികമായി ലഭിച്ച വിവരം. മറ്റു കാര്യമായ, അതായത് സാരമായ ഗുരുതര പ്രശ്നങ്ങളൊന്നും തന്നെ കുട്ടിക്കില്ല എന്നുള്ളത് കൂടിയാണ് മെഡിക്കൽ കോളേജിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന വിവരം. ഈ കുട്ടി ഒന്നിലധികം കായ്കൾ കഴിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആണ് കുട്ടിക്ക് വലിയ രീതിയിലുള്ള ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ശരി, സലാം.